കരമനയാറ്റിലെ ആ വിളി. ഇത് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു രവി. കരമന പാലം എത്താറായപ്പോൾ റോഡരികിൽ ഒരു ചെറിയ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൻ കണ്ടു. ആ പാതിരാത്രിയിൽ ഒരു കൊച്ചുകുട്ടി എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് കരുതി അവൻ വണ്ടി നിർത്തി. ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ ഏങ്ങി കരയുകയായിരുന്നു. എന്താ മോനെ ഇവിടെ നിൽക്കുന്നത് എന്ന് രവി ചോദിച്ചു. കുട്ടി വിരൽ ചൂണ്ടിയത് താഴെ ഇരുട്ട് നിറഞ്ഞ ആറ്റിലേക്കാണ്. എന്റെ പന്തവിടെ വീണുപോയി, ചേട്ടനൊന്ന് എടുത്തു തരുമോ? കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ രവി പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു തണുത്ത കാറ്റ് വീശി. രവി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ കുട്ടിയുമില്ല, വണ്ടിയുമില്ല. വെറും സെക്കൻഡുകൾ കൊണ്ട് അവൻ എങ്ങോട്ട് പോയി എന്നോർത്ത് രവി വിറച്ചു നിൽക്കുമ്പോൾ താഴെ ആറ്റിൽ നിന്നൊരു വിളി കേട്ടു. അടുത്ത ഭാഗം കേൾക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. രവി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ആ കുട്ടിയുടെ മുഖമാണ്. പക്ഷെ അവന്റെ കണ്ണുകൾക്ക് പകരം അവിടെ 2 കത്തുന്ന കനലുകൾ മാത്രമായിരുന്നു. പെട്ടെന്നൊരു ചീഞ്ഞഴുകിയ കൈ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് രവിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. ശക്തിയായി കുതറി മാറിയതുകൊണ്ട് മാത്രം അന്ന് അവൻ രക്ഷപ്പെട്ടു. പിറ്റേന്ന് നാട്ടുകാർ പറഞ്ഞു, പണ്ടവിടെ പന്തെടുക്കാൻ പോയി ആറ്റിൽ വീണ് മരിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നുവെന്ന്. ഇന്നും ചില രാത്രികളിൽ ആ പാലത്തിനു മുകളിൽ ആ കുട്ടി ആരെങ്കിലും വരുമെന്ന് കാത്തു നിൽക്കാറുണ്ടത്രേ.